എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1600 കോടി ജിമെയിൽ പാസ്വേഡുകൾ മോഷ്ടിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുതിയ വാർത്ത. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡാറ്റ ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോൾ കോടിക്കണക്കിന് ഇൻ്റർനെറ്റ് ഉപയോക്താക്കൾ. ഏതാണ്ട് 1600 കോടി പാസ്വേഡുകൾ അടങ്ങുന്ന ലോഗിൻ വിവരങ്ങൾ ചോർന്നിരിക്കുന്നു എന്നാണ് സൈബർ ന്യൂസിൻ്റെയും ഫോർബ്സിൻ്റെയും പുതിയ റിപ്പോർട്ടുകൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളിൽ തങ്ങളുടെ പാസ്വേഡ് ചോർന്നു എന്ന ആശങ്ക ഉയർത്തുന്നു. ഗൂഗിൾ, ഫേസ്ബുക്ക്, ടെലിഗ്രാം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തുടങ്ങി ഗിറ്റ്ഹബിലെ ഡെവലപ്പർ അക്കൗണ്ടുകളും ചില സർക്കാർ പോർട്ടലുകളും വരെയുള്ള വിവിധ സേവനങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ചോർന്നവയിൽ ഉൾപ്പെടുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ പാസ്വേഡുകൾക്ക് വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡാറ്റ ഉപയോഗിച്ച് സൈബർ ക്രിമിനലുകൾ വ്യാപകമായ ഫിഷിംഗ് തട്ടിപ്പുകൾ, ഐഡന്റിറ്റി മോഷണം, അക്കൗണ്ട് ഹാക്കിംഗ് എന്നിവ നടത്തിയേക്കാം എന്നതാണ് ഉപയോക്താക്കളുടെ ആശങ്കയ്ക്ക് പിന്നിലെ ഭയം. 10 ലക്ഷം മുതൽ 35 ലക്ഷം വരെ റെക്കോർഡുകൾ അടങ്ങുന്ന 30 ഡേറ്റ സൈറ്റുകളാണ് സൈബർ സുരക്ഷാ വിദഗ്ധർ കണ്ടെത്തിയത്. അതിൽ ഏകദേശം 1600 കോടിയോളം റെക്കോർഡുകൾ അടങ്ങുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കോടിക്കണക്കിന് പാസ്വേഡുകൾ ഉൾപ്പെടെയുള്ള ലോഗിൻ വിവരങ്ങൾ ഇതിൽപ്പെടുന്നു. ഇത് പഴയ ഡാറ്റ ഡംപ് മാത്രമല്ല ഇതെന്ന് സുരക്ഷാ ഗവേഷകർ പറയുന്നു. ലീക്കായ ക്രെഡൻഷ്യലുകളിൽ ഭൂരിഭാഗവും പുതിയതും നന്നായി സെറ്റ് ചെയ്തതുമായ ഇൻഫോസ്റ്ററുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം മാൾവെയർ വഴി ശേഖരിക്കുന്നതുമാണെന്ന് പറയപ്പെടുന്നു. ഈ മാൾവെയർ പ്രോഗ്രാമുകൾ ആളുകളുടെ ഡിവൈസുകളിൽ നിന്ന് യൂസർ നെയിമും പാസ്വേഡുകളും മോഷ്ടിക്കുകയും ഹാക്കർമാർക്ക് അയക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഹാക്കർമാർ അവ നേരിട്ട് ഉപയോഗിക്കുകയോ ഡാർക്ക് വെബ് ഫോറങ്ങളിൽ വിൽപ്പനയ്ക്ക് വെക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ വിൽപ്പനയ്ക്ക് വെക്കുന്ന ഡാറ്റകൾ ക്രിമിനലുകൾ എളുപ്പത്തിൽ വാങ്ങാൻ കഴിയും എന്നതാണ് ഈ സ്ഥിതി കൂടുതൽ വഷളാക്കുന്നത്. അല്പം സാങ്കേതിക പരിജ്ഞാനവും അത്യാവശ്യം കാശും കൊടുക്കുന്നവർക്ക് പോലും ഡാർക്ക് വെബിൽ ഈ പാസ്വേഡുകൾ വാങ്ങാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ ഡാറ്റ ചോർച്ച വ്യക്തികളെ സംബന്ധിച്ചും സ്ഥാപനങ്ങളെ സംബന്ധിച്ചും ഏറെ ഗൗരവകരമാണ്. ഈ ഡാറ്റ ചോർച്ചയുടെ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കളും ജിമെയിൽ ഉപയോക്താക്കളും ആദ്യം ചെയ്യേണ്ടത് പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നതാണ്. പഴയ പാസ്വേഡ് മാറ്റി പകരം സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ശക്തമായ ഒരു പുതിയ പാസ്വേഡ് സൃഷ്ടിക്കുക. പരമ്പരാഗത പാസ്വേഡുകളിൽ നിന്ന് പാസ് കീകൾ പോലുള്ള കൂടുതൽ സുരക്ഷിതമായ ഓപ്ഷനുകളിലേക്ക് മാറാൻ ഗൂഗിൾ ഇതിനകം ആളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാസ്വേഡ് റീസെറ്റ് ചെയ്യുക എന്നതുപോലെ തന്നെ സുരക്ഷ ഉറപ്പാക്കാൻ രണ്ടാമത് ചെയ്യേണ്ടത് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഓണാക്കുക എന്നതാണ്. അങ്ങനെ ചെയ്താൽ ആരെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് മോഷ്ടിച്ചാലും സുരക്ഷാ ടൈലറിൻ്റെ 2ാം ഘട്ടം കടക്കാതെ അവർക്ക് ഉപയോക്താക്കളുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ കഴിയും. ഉപയോക്താക്കളുടെ ഫോണിലേക്ക് അയച്ച ഒരു അദ്വിതീയ കോഡോ ഗൂഗിൾ ആപ്പിലെ ഒരു പ്രോംപ്റ്റോ അല്ലെങ്കിൽ ഒരു സുരക്ഷാ കീയോ ആകാം ഈ 2ാം ഘട്ട സുരക്ഷ ഉറപ്പാക്കൽ മാർഗം. 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓണാക്കുന്നതിനുള്ള ഘട്ടങ്ങൾ: ഗൂഗിൾ അക്കൗണ്ടിലെ സെക്യൂരിറ്റി സെറ്റിംഗ്സ് സന്ദർശിക്കുക. തുടർന്ന് ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യുക. ശേഷം 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ടെക്സ്റ്റ് മെസ്സേജ് ഒതൻറ്റിക്കേറ്റർ, ആപ്പ് അല്ലെങ്കിൽ സുരക്ഷാ കീ എന്നിവയിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതോടൊപ്പം സുരക്ഷ ഉറപ്പാക്കാൻ ബാക്കപ്പ് ഫോൺ നമ്പറും റിക്കവറി ഇമെയിലും 2 തവണ പരിശോധിച്ച് ഉറപ്പിക്കുക. ഗൂഗിൾ പറയുന്നത് ഉപയോക്താക്കൾ പാസ് കീ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കണം എന്നാണ്. ഇത് കൂടുതൽ സുരക്ഷിതവും ഉപയോഗിക്കാൻ എളുപ്പവുമാണ്. പാസ് കീ ഉപയോക്താക്കളുടെ വിരലടയാളം, മുഖം തിരിച്ചറിയൽ അല്ലെങ്കിൽ ഡിവൈസ് പിൻ എന്നിവ ഉപയോഗിക്കുന്നു. ഇത് ഉപയോക്താക്കളുടെ ഡിവൈസിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സ്വകാര്യ ഡിജിറ്റൽ കീയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. പാസ്വേഡുകളിൽ നിന്ന് വ്യത്യസ്തമായി പാസ് കീകൾ ഫിഷിങ്ങിനെ പ്രതിരോധിക്കുന്നു.